Hello dear students, welcome to another class of computer application. ഇന്ന് നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ C++ന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ടോക്കണുകളെ പറ്റി പഠിച്ചു, സ്റ്റേറ്റ്മെന്റുകളെ പറ്റി പഠിച്ചു. നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ വാക്കുകളും അതുപോലെ തന്നെ സെന്റൻസുകളും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പാരഗ്രാഫുകൾ എഴുതും അല്ലേ? അപ്പം അതുപോലെ C++ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറേ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്തായിരിക്കും, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ദ സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഒരു സിമ്പിൾ പ്രോഗ്രാം, ഏതൊരു C++ പഠിതാവും ആദ്യമായിട്ട് എഴുതുന്ന ഒരു പ്രോഗ്രാം ഇതായിരിക്കും. അപ്പൊ അതിലെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ഒന്നാമത്തെ ലൈനില് #include IOStream, #include IOStream. രണ്ടാമത്തെ ലൈനില് യൂസിങ് നെയിംസ്പേസ് std, അവിടെ ഒരു സെമിക്കോളൻ ഉണ്ട്. അതിനുശേഷം ഇന്റ് മെയിൻ, രണ്ട് ബ്രാക്കറ്റുകൾ, പാരാന്തസിസ് എന്ന് പറയും, ഉണ്ട്. അതിനുശേഷം ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ഫ്ലവർ ബ്രാക്കറ്റ് എന്നോ കേളി ബ്രേസ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ ഒറ്റ ഒരു ലൈനെ ആ പ്രോഗ്രാമിൽ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണിത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പൊ cout ലെസ് ദാൻ അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണത്. ഹലോ വെൽക്കം ടു C++, ഡബിൾ കൊട്ടേഷനിലാണുള്ളത്, അതിന് സെമിക്കോളൻ ഇട്ടു. അതിനുശേഷം റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ക്ലോസ്ഡ് ദ കേളി ബ്രേസ്, ഒരു ക്ലോസിംഗ് ബ്രേസ് ആണ്, ക്ലോസിംഗ് ബ്രേസ്. അപ്പൊ ഇതാണ് ഒരു ബേസ്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ലൈനുകൾ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഈ ഓരോ ലൈനും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു C++ പ്രോഗ്രാമിൽ ബേസിക് ആയിട്ട് വേണ്ട ലൈനുകളാണ് അതെല്ലാം. ഇതിലൂടെ നമുക്ക് C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പൊ അതിനെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ, ആ പ്രോഗ്രാമിനെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്ന ഒരു #include ലൈൻ എന്ന് നമുക്ക് പറയാം അല്ലെ. #include ലെസ് ദാൻ സിമ്പിളിനും ഗ്രേറ്റർ ദാൻ സിമ്പിളിനും ഇടയ്ക്ക് ഒരു ഫയലിന്റെ പേരാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകൾക്ക് പറയുന്ന പേര് ഹെഡർ ഫയലുകൾ എന്നാണ് പറയുക. അപ്പൊ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, ഒരു C++ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹെഡർ ഫയൽ ഇൻക്ലൂഷൻ എന്ന് പറയും. ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അതിന് ജനറൽ ആയിട്ട് ഇനി അത് മാത്രമല്ല, അങ്ങനെയുള്ള വേറെ സ്റ്റേറ്റ്മെന്റുകൾ, #include അല്ലെങ്കിൽ ഹാഷിൽ തുടങ്ങുന്ന ചില വേറെ സ്റ്റേറ്റ്മെന്റുകളും കൂടെ ഉണ്ടാവാം. ഈ സ്റ്റേറ്റ്മെന്റുകൾക്കെല്ലാം കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓഫ് C++ പ്രോഗ്രാം ഈസ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. ഇനി രണ്ടാമത്തെ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ യൂസിങ് നെയിം സ്പേസ്, ഒരു നെയിം സ്പേസിന്റെ പേരാണ് വേണ്ടത്, പിന്നെ ഐഡന്റിഫയർ ആണിത്. അപ്പൊ നെയിം സ്പേസ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗമാണിത്. ഇപ്പൊ C++ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നെയിം സ്പേസ് ഡിക്ലറേഷൻ. ഐ വിൽ ടെൽ യു എന്തിനാണ് ഇതൊക്കെ എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എല്ലാ C++ പ്രോഗ്രാമിനും ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഫംഗ്ഷൻ. ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത് കുറെ ഫംഗ്ഷനുകളുടെ കൂട്ടമാണ്, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഒരു വിത്ത് എ നെയിം, ഒരു പർട്ടിക്കുലർ നെയിമുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേര് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. അങ്ങനെയുള്ള കുറെ ഫംഗ്ഷനുകളാണ് ഒരു C++ പ്രോഗ്രാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അത്യാവശ്യം വേണ്ട, അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ, ദ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ ആണ്. ഇനി ബാക്കിയുള്ളതെല്ലാം മെയിൻ ഫംഗ്ഷന്റെ ബോഡി എന്നാണ് നമ്മൾ പറയുക. കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് വേരിയസ് സ്റ്റേറ്റ്മെന്റുകളാണ്, C++ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ പഠിച്ച ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ്, ഇനിയും സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പിന്നീട് വരുന്ന C++ പ്രോഗ്രാമിന്റെ ഭാഗം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്ന ഒരു കേളി ബ്രേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ആൻഡ് നൗ ലെറ്റ്സ് സീ ഈച്ച് ഓഫ് ദിസ് പാർട്സ്. ഓരോ പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. പ്രീ പ്രോസസേഴ്സ് എന്ന് പറയുന്നത് ചില കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് കമ്പൈലർ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് എന്ന് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഡയറക്ട്സ് ദ കമ്പൈലർ to process the information provided before the actual compilation of the program of our program starts. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോസസ്സ് ചെയ്യേണ്ട ചില ലൈനുകൾ അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ, അതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ലൈനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡെഫ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ തന്നെ ഈ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യാനാണ്. അപ്പം ഒരു ചോദ്യം ഉണ്ടാവുന്നു, വാട്ട് ആർ ഹെഡർ ഫയൽസ്? എന്താണ് ഈ ഹെഡർ ഫയലുകൾ എന്ന് പറഞ്ഞാൽ? ഈ ഹെഡർ ഫയൽസ് ആർ സർട്ടൻ ഫയൽസ് ദാറ്റ് കണ്ടെയ്ൻ ഓബ്ജക്ട്സ്, ഫങ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് വേരിയബിൾസ്. നേരത്തെ ഡിഫൈൻ ചെയ്യപ്പെട്ട ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ വേരിയബിളുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ചില ഫയലുകൾ വിച്ച് കംസ് അലോങ് വിത്ത് ദ C++ കമ്പൈലർ. C++ കമ്പൈലറിന്റെ ഭാഗമായിട്ട് ഒരു C++ ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഈ ലൈബ്രറിയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫയലുകൾക്ക് പറയുന്ന പേരാണ് ഹെഡർ ഫയലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹെഡർ ഫയലിനകത്തുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഹെഡർ ഫയലുകൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു ഫയൽ കൂടി ലോഡ് ചെയ്യും നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അതിനു വേണ്ടിയിട്ട് കമ്പൈലറെ ഡയറക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണമാണ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് നെയിം സ്പേസ് എന്ന് പറയുന്നത്. നെയിം സ്പേസ് ഡിക്ലറേഷൻ അല്ലേ? ഒരു നെയിം സ്പേസ് ഡിക്ലെയർ ചെയ്യുക. എന്താണ് നെയിം സ്പേസ് എന്ന് പറയുമ്പോൾ? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടുകളിൽ എല്ലാവരെയും നമ്മൾ പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പം വീടിനുള്ളിൽ തന്നെ ഒരാൾക്ക് യുണീക്ക് നെയിം ആയിരിക്കും, ഓരോരുത്തർക്കും യുണീക്ക് നെയിംസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഒരേ പേരുണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഒരു പേര് വിളിക്കുമ്പോൾ വ്യക്തമായിട്ടും അത് ആരെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേ പേരുള്ള ഒരു വ്യക്തി തൊട്ടടുത്ത വീട്ടിലുണ്ടെങ്കിലോ അയൽപക്കത്തെ വീട്ടില് ഇതേ പേരുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ജോസ് എന്ന് പറയുന്ന ഒരാള് എൻ്റെ വീട്ടിലുണ്ട്, അതുപോലെ തന്നെ അടുത്ത വീട്ടിലുണ്ട് ജോസ്. അപ്പോൾ പുറത്തുള്ള ഒരാൾക്ക്, മൂന്നാമതൊരാൾക്ക്, നമ്മുടെ ഈ രണ്ട് വീട്ടിലുമുള്ള ആൾക്കല്ലാതെ വേറൊരാൾ ഈ ജോസ് എന്ന് റെഫർ ചെയ്യുമ്പോൾ ആരെയാണ് റെഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം രണ്ടുപേരുടെയും പേര് ജോസ് തന്നെയാണ്. അപ്പോൾ വി കനോട്ട് ഐഡന്റിഫൈ വിച്ച് ജോസ് ഈസ് ബീയിങ് റെഫേർഡ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹൗസ് നെയിം ഉപയോഗിക്കും. അപ്പം എക്സ് എന്ന് പറയുന്ന ഹൗസിലെ ജോസ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഹൗസിലെ ജോസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ നെയിം സ്പേസ് എന്ന് പറയുന്നത് ഈ ഹൗസ് നെയിമിന് കറസ്പോണ്ടിങ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു റിസോൾവ് നെയിംസ്. നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഐഡന്റിഫയറുകളെല്ലാം തന്നെ യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയറുകൾ ആയിരിക്കണം. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ നെയിം സ്പേസ് ആദ്യമേ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഫർ ചെയ്യുന്ന പേരുകളെല്ലാം ആ നെയിം സ്പേസിൽ ഉള്ളതാണെന്ന് കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്തോളൂ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഓബ്ജക്ട് നെയിമാണ് സീൻ, വേറൊരെണ്ണമാണ് സി ഔട്ട് എന്നൊക്കെ പറയുന്നത്. ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു നെയിം സ്പേസിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. അപ്പം സീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഓഫ് സീൻ ഫ്രം വെയർ STD എന്നാണ് അതിന്റെ നെയിം സ്പേസ്. അപ്പൊ STD ഫുൾ കോളൻ, രണ്ട് കോളൻ ഇട്ട് കഴിഞ്ഞാല് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആണ്. ഫുൾ കോളൻ രണ്ട് കോളൻ ഇടുക. ആൻഡ് സീൻ എന്ന് എഴുതുന്നതിന് തുല്യമാണ്. ഇപ്പൊ സീൻ എന്ന് നമ്മൾ വെറുതെ എഴുതിയാലും STDയിലെ സീൻ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി വാട്ട് ഇസ് നെയിം സ്പേസ് ഡസ്? നെയിം സ്പേസ് റിസോൾവ് നെയിം. നെയിം റെസൊല്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നെയിം സ്പേസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ C++ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന നെയിം സ്പേസ് എന്ന് പറയുന്നത് STD എന്ന് പറയുന്ന നെയിം സ്പേസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതും യൂസിങ് നെയിം സ്പേസ് STD. സോ വാട്ട് എവർ ദ നെയിംസ് യൂസ്ഡ് ഇറ്റ് വിൽ ബി ഫ്രം ദ STD നെയിം സ്പേസ്. ഓക്കെ, ക്ലിയർ? അതാണ് നെയിം സ്പേസ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവാണ്, ദ മെയിൻ ഫംഗ്ഷൻ. എവറി C++ പ്രോഗ്രാം കണ്ടെയ്ൻ എ ഫംഗ്ഷൻ നെയിംഡ് മെയിൻ. മെയിൻ എന്ന പേരുള്ള ഒരു ഫംഗ്ഷൻ എല്ലാ C++ പ്രോഗ്രാമിലും ഉണ്ടായിരിക്കണം. ആൻഡ് ദ C++ പ്രോഗ്രാം സ്റ്റാർട്ട്സ് എക്സിക്യൂഷൻ ഇൻ ദ മെയിൻ ഫംഗ്ഷൻ ആൻഡ് എൻഡ്സ് എക്സിക്യൂഷൻ വിത്തിൻ ദ മെയിൻ ഫംഗ്ഷൻ. ഒരു C++ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കണം. വേറെ ഏത് ഫംഗ്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ C++ പ്രോഗ്രാമിൽ മറ്റു ഫംഗ്ഷനുകൾ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ C++ പ്രോഗ്രാമിന്റെ കൺട്രോൾ വേറെ ഫംഗ്ഷനുകളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് എവിടെ എത്തും? അല്ലെങ്കിൽ എത്തിയിരിക്കണം, മെയിൻ ഫംഗ്ഷനിൽ എത്തിയിരിക്കണം ബിഫോർ ദ എക്സിക്യൂഷൻ ഫിനിഷസ്. എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് മെയിൻ ഫംഗ്ഷനിൽ കൺട്രോൾ തിരിച്ചെത്തും. ആൻഡ് ആ മെയിൻ ഫംഗ്ഷനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെയാണ് മെയിൻ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ C++ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷന്റെ പേരിന് ശേഷം ഫോളോ ചെയ്യുന്നത് ബോഡി ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഇൻസൈഡ് ദ കേർലി ബ്രേസ്. ആ കേർലി ബ്രേസിനുള്ളിലാണ് നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ ബോഡി കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ C++ സ്റ്റേറ്റ്മെന്റ്സ്. എല്ലാ C++ സ്റ്റേറ്റ്മെന്റുകളും അല്ലെങ്കിൽ ഏത് C++ സ്റ്റേറ്റ്മെന്റും ആ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ വരാം ആസ് പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ. Okay, now if you go back to the C++ program that we have seen earlier, നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ ഹാഷ് ഇൻക്ലൂഡ് IOString. ആ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രീപ്രോസസ്ഡ് ഡയറക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്ലൂഡിംഗ് ദ ഹെഡർ ഫയൽ IOString into your program. CIN, COUT എന്ന് പറയുന്ന ഓബ്ജക്റ്റുകൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ IOStream എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണം. ഇവിടെ COUT ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ IOStream ഇൻക്ലൂഡ് ചെയ്യണം. വേറെയും ഹെഡർ ഫയലുകളുണ്ട്. ബാക്കിയുള്ള പല ഹെഡർ ഫയലുകൾ നമ്മൾ മറ്റ് പ്രോഗ്രാമുകളൊക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി രണ്ടാമത്തെ ലൈനിലേക്ക് പോവാം, യൂസിങ് നെയിം സ്പേസ് STD. അവിടെ നെയിം സ്പേസ് ഡിക്ലറേഷൻ ആണ്. ദിസ് ഇസ് ദ ലൈൻ ദാറ്റ് മേക്സ് അവൈലബിൾ ദ COUT. COUT എന്ന് പറയുന്ന ഐഡന്റിഫയർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അവൈലബിൾ ആക്കുന്നത് ഈ STD എന്ന് പറയുന്ന നെയിം സ്പേസ് ആണ്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെയാണ്? IOStreamലാണെങ്കിലും അത് നമ്മുടെ പ്രോഗ്രാമിൽ അവൈലബിൾ ആക്കുന്ന നെയിം സ്പേസ് എന്ന് പറയുന്നത് STD എന്ന് പറയുന്ന നെയിം സ്പേസ് ആണ്. മൂന്നാമത്തെ മെയിൻ ഫംഗ്ഷന്റെ ഹെഡർ ആണ്. മൂന്നാമത്തെ ഭാഗത്ത് കാണുന്നത് ഇന്റ് മെയിൻ ബ്രാക്കറ്റ്സ്. അത് മെയിൻ ഫംഗ്ഷൻ ഹെഡർ ആണ്. ഫംഗ്ഷന്റെ പേര് മെയിൻ എന്നാണ്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇന്റിജർ ടൈപ്പിലുള്ള വാല്യൂ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇന്റ് എന്ന് കൊടുത്തത്. GCCയിൽ റിട്ടേൺ ടൈപ്പ് ഇന്റ് ആണ്. മറ്റ് ചില കമ്പൈലറുകളിൽ ചിലപ്പോൾ ഇന്റ് ആവണമെന്നില്ല, വോയിഡ് മെയിൻ എന്നൊക്കെ കൊടുക്കുന്ന ടർബോ C++ പോലെയുള്ള കമ്പൈലറുകൾ വേറെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ തുടങ്ങുകയാണ് വിത്ത് എ കേർലി ബ്രേസ്. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. COUT ഹലോ വെൽക്കം ടു C++ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിന് ശേഷം അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഡിസ്പ്ലേസ് ഹലോ വെൽക്കം ടു C++ ഓൺ ദ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് ദ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അവിടെ റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണ് റിട്ടേൺ ചെയ്യപ്പെടുന്നത്. ആൻഡ് വിച്ച് മാർക്സ് ദ എൻഡ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ C++ പ്രോഗ്രാം. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് C++ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തീർന്നു എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ആൻഡ് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത് കേർലി ബ്രേസ് ഓർ ക്ലോസിംഗ് കേർലി ബ്രേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ പ്രോഗ്രാമുകളൊക്കെ എഴുതുമ്പോൾ ചില ഗൈഡ് ലൈനുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് ഉൾപ്പെടുത്താവുന്ന ചില കാര്യങ്ങൾ. ഇത് റൂളുകളല്ല, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്, ഗൈഡ് ലൈൻസ് എന്നേ പറയുന്നത്. ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ടിപ്പുകളാണ് പറയുന്നത്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, വേരിയബിൾ നെയിംസ് ഒക്കെ കൊടുക്കുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിമുകൾ കൊടുക്കുക. ഒരു നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നെറ്റ് സാലറി ഈസ് ഈക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻസ്. അതാണ് ഫോർമുല. അപ്പൊ നമുക്ക് ആ ഫോർമുല കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് വാട്ട് ഡസ് ദിസ് എക്സ്പ്രഷൻ കാൽക്കുലേറ്റ്. അതിന് പകരം നമ്മൾ A ഈസ് ഈക്വൽ ടു B മൈനസ് C എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക്
വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പറയുന്ന വേരിയബിൾ നെയിമുകൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് കൊടുക്കുക. അതാണ് ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടിപ്പ്. ഇനി രണ്ടാമത്തത് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനുകളൊക്കെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശിഷ്ടം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് വേണമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ കൊടുക്കാം. ആസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ, y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ബ്രാക്കറ്റിൽ എക്സ് ബൈ എൻ ഇൻറ്റു എൻ. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് പെർസെൻറ്റേജ് എന്ന് കൊടുത്താൽ, എക്സ് മോഡുലോ ഓപ്പറേറ്റർ എൻ എന്ന് കൊടുത്താലും ഇതേ കാര്യം തന്നെയാണ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉള്ളത് കൊണ്ട് അത് കൊടുക്കുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആവശ്യമുള്ളിടത്തൊക്കെ കമന്റുകൾ ഉൾപ്പെടുത്തുക. യൂസ് കമന്റ്സ് വേറെവർ നെസസറി. ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കമന്റ് എന്താണ് നമുക്കറിയാം. എക്സ്പ്ലനേറ്ററി നോട്ട് റിട്ടൺ ഇൻസൈഡ് എ പ്രോഗ്രാം ഈസ് നോൺ ആസ് കമന്റ്. അതായത് ഒരു പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക് ഓരോ ലൈനും എന്തിനാണ് എന്നൊരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഇന്റൻഡഡ് ഫോർ ദ പ്രോഗ്രാമർ ഓർ ദ യൂസർ ഹു റീഡ്സ് ദ പ്രോഗ്രാം, നോട്ട് ഫോർ ദ കമ്പൈലർ. കമന്റുകൾ കമ്പൈലറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഇറ്റ് വിൽ ബി ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. കമ്പൈലർ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നു. And it's only meant for the user who reads the program to understand the program better. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഫേസിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് കമന്റ്സ് ഇൻസൈഡ് ദ പ്രോഗ്രാം ആണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ആരാണ് ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഈ പ്രോഗ്രാം എഴുതിയത് എന്നൊക്കെ വേണമെങ്കിൽ ഇത് പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ബട്ട് അത് ഒരു കമന്റ് ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ കമന്റുകൾ നമുക്ക് രണ്ട് രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് തരം കമന്റുകളുണ്ട്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മൾട്ടി ലൈൻ കമന്റ്സ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമന്റ്സ് ആൻഡ് ഹൗ വി ക്യാൻ റൈറ്റ് ദീസ് കമന്റ്സ് ഇൻസൈഡ് C++ പ്രോഗ്രാം. എങ്ങനെയാണ് സിംഗിൾ ലൈൻ കമന്റുകൾ എഴുതുന്നത്? ഇഫ് യു സ്റ്റാർട്ട് എ ലൈൻ വിത്ത് ഡബിൾ സ്ലാഷ്, അല്ലെങ്കിൽ എനിത്തിങ് യു റൈറ്റ് ആഫ്റ്റർ എ ഡബിൾ സ്ലാഷ് വിൽ ബി ട്രീറ്റഡ് ആസ് എ കമന്റ്. സിംഗിൾ ലൈൻ കമന്റ്. ആ ഡബിൾ സ്ലാഷിന് ശേഷം എന്ത് വരുന്നുണ്ടോ അതെല്ലാം കമന്റുകളായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. അത് ഒരു ലൈനിലേ ഉള്ളൂ. അടുത്ത ലൈനിൽ എഴുതി കഴിഞ്ഞാൽ അത് കമന്റ് ആവില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പാരഗ്രാഫ് കമന്റ്സ്, അല്ലെങ്കിൽ മൾട്ടി ലൈൻ കമന്റ്സ് എന്ന് പറയും. മൾട്ടി ലൈൻ കമന്റ്സ് നമ്മൾ എങ്ങനെ എഴുതുക? റൈറ്റ് വിത്തിൻ സ്ലാഷ് സ്റ്റാർ ആൻഡ് സ്റ്റാർ സ്ലാഷ്. അപ്പൊ സ്ലാഷ് സ്റ്റാർ ഇട്ടിട്ട് തുടങ്ങുക. യു റൈറ്റ് വാട്ട് എവർ യു വാണ്ട്. അത് മൾട്ടിപ്പിൾ ലൈൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഒന്നിൽ കൂടുതൽ ലൈനുകളിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് അറ്റ് ദി എൻഡ്, അവസാനത്തെ ലൈനിന്റെ അവസാനത്തെ ക്യാരക്ടറായിട്ട് സ്റ്റാർ സ്ലാഷ് എന്നാണ് നമ്മൾ ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ മൾട്ടി ലൈൻ കമന്റ്. ഇങ്ങനെ കമന്റുകൾ നമുക്ക് പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റീഡബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ വി ഹാവ് സീൻ ദ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാം എഴുതാൻ ഇനിയും ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളും കൂടി നമുക്ക് വേണം. അപ്പൊ ആ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. വെൻ യു ഡിക്ലെയർ എ വേരിയബിൾ, a memory is created for storing data. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മെമ്മറി റാമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡാറ്റ ടൈപ്പ് ദാറ്റ് മെമ്മറി ഓൾസോ വേരീസ്. അപ്പോൾ അതിന് ഒരു എൽ വാല്യൂ, അതായത് ആ മെമ്മറി ലൊക്കേഷൻ ഒരു അഡ്രസ് ഉണ്ട്, അതാണ് വേരിയബിളിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത്. വേരിയബിളിന് ഒരു പേരുണ്ടാവാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹാവ് കണ്ടന്റ്, ഷുഡ് ഹാവ് കണ്ടന്റ്. ഈ കണ്ടന്റ് നമ്മൾ അസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ? വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ വേരിയബിളിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കില്ല, സ്പേസ് ആയിരിക്കില്ല, ബ്ലാങ്ക് ആയിരിക്കില്ല. ഇറ്റ് വിൽ കണ്ടെയ്ൻ സം അൺപ്രഡിക്റ്റഡ് വാല്യൂ വിച്ച് ഇസ് അസൈൻഡ് ബൈ ദ കമ്പൈലർ. കമ്പൈലർ അസൈൻ ചെയ്യുന്ന ഒരു വാല്യൂ, എന്തോ ഒരു വാല്യൂ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാല്യൂ ആയിരിക്കും അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യും, ആ വേരിയബിളിനകത്ത് കണ്ടെയ്ൻ ചെയ്യും. ഇങ്ങനെയുള്ള വാല്യൂസിന് പറയുന്ന പേര് ഗാർബേജ് എന്ന് പറയാം. ഗാർബേജ് കളക്ഷൻ അല്ലെങ്കിൽ ഗാർബേജ്. So if you are not assigning a value to a variable, then it will contain what? Garbage.
supplying value to the variable at the time of declaration is known as initialization of the variable. വേരിയബിളിലേക്ക് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ അസൈൻ ചെയ്താൽ മതി. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അസൈൻ ചെയ്താൽ മതി. അതാണ് വൺ വേ ഓഫ് അസൈനിങ് വാല്യൂ. വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. രണ്ട് സിൻടാക്സ് ആണ് ഇതിന് വേരിയബിൾ ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഗിവ് ദ വാല്യൂ ഇൻ ബ്രാക്കറ്റ്, ബ്രാക്കറ്റിനുള്ളിൽ വാല്യൂ കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് വേരിയബിളുകളെ ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ പിന്നീട് നമുക്ക് വേരിയബിൾസിന് വാല്യൂ കൊടുക്കാം. ഡിക്ലറേഷൻ ടൈമിൽ തന്നെ വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ വാല്യൂ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അത് വേറൊരു വാല്യൂ അസൈൻ ചെയ്തുകൊണ്ടാവാം, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഈ വേരിയബിളിലേക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞ ഇനീഷ്യലൈസേഷൻ ആണ് giving value to the variable at the time of declaration. ഓക്കെ, ഇനി മറ്റൊരു കീവേഡിനെ കുറിച്ചും കൂടി പറയുകയാണ്. CONST എന്ന് പറയുന്ന ഒരു കീവേഡ്, ഒരു ആക്സസ് മോഡിഫയർ ആണ്. CON കോൺസ്റ്റ്. അതായത് നമ്മളൊരു വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ഈ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. വേരിയബിൾ എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ, ചേഞ്ചസ് ദ വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാമിലുടനീളം വാല്യൂസ് മാറുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. കൺസിഡർ വേരിയബിൾ പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യാം. ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14. പൈ എന്ന് പറയുന്ന വേരിയബിളിന് 3.14 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. ആ ടൈം ഓഫ് ഡിക്ലറേഷൻ തന്നെ ഇനിഷ്യലൈസ് ചെയ്തു. പക്ഷെ പിന്നീട് വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് ഈ പൈയുടെ വില മാറ്റാൻ പറ്റും. പക്ഷെ നമുക്കറിയാം പൈ ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ മാറാൻ പാടില്ല. 3.14 അല്ലെങ്കിൽ 22/7 എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വേരിയബിളുകളുടെ വാല്യൂ മാറരുത് എന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആക്സസ് മോഡിഫയറും കൂടെ ചേർക്കുന്നു. ഏതാണ് ആക്സസ് മോഡിഫയർ? CONST, കോൺസ്റ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14. നൗ ഇറ്റ് ഇസ് ജസ്റ്റ് ഈക്വലന്റ് ടു എ കോൺസ്റ്റന്റ്. ആ പൈ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ കാണുന്ന സ്ഥലത്ത് പൈ r² എന്ന് പൈ എന്ന് പറയുന്ന വേരിയബിളിനെയും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണുന്ന സമയത്ത് 2πr, പെരിമീറ്റർ കാണുന്ന സമയത്ത് 2πr എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 2 × π × r. അപ്പൊ അവിടെയൊക്കെ ഈ പൈയുടെ വാല്യൂ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു? 3.14 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ആൻഡ് ദിസ് 3.14 cannot be changed throughout the program. പ്രോഗ്രാമിൽ നമുക്ക് 3.14 എന്ന് പറയുന്ന വാല്യൂ മാറ്റി കൊടുക്കാൻ പറ്റില്ല. പൈ cannot be re-assigned. ഒരു വാല്യൂ റീഅസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് CONST എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുമുണ്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിനകത്ത്. കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ഓപ്പറേറ്ററുകൾ, കൂടുതലായിട്ടുള്ള കുറേ ഓപ്പറേറ്ററുകൾ നമ്മൾ കണ്ടതാണ്. ഇനിയും കുറച്ച് കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ഇവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പുകളുടെ സൈസ്, റേഞ്ച് ഒക്കെ കുറച്ചൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് മോഡിഫൈസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.